ഞാൻ ഡോക്ടർ ഫിറോസ്. ഫ്രാൻസ് വിളിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. ആക്സിഡന്റ് ആയതുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ. ഡോണ്ട് വറി. സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓ 2 അല്ലേ? ഓക്കെ ഏതെവിടെ ആക്സിഡന്റ് കേസ് വന്നത്? സർ, കാഷ്വാലിറ്റിയിലാണ് സർ. ആളെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ആരാ കൊണ്ടുവന്നത്? ഒരു മിനിറ്റ് സർ. 1 മിസ്റ്റർ ജോർജി ജേക്കബ്. എന്തായി പേട്ടാ? ഡീറ്റെയിൽസ് എടുത്തോ? എടുത്തു സാർ. ആ, ഇവരാണോ? ഇന്ന് രാത്രി ഇച്ചിരി പണി കൂടുമല്ലോ. വാ. നമസ്കാരം മാഡം. ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സർ, ആക്സിഡൻ്റ് ആയിരുന്നു. ആള് മുന്നേ ചാടി ഇടിച്ചു എന്നാ തോന്നണേ. ഓ, വണ്ടി ഓടിച്ച മാഡം തന്നെയല്ലേ? അല്ല സാറേ, ഞാനാ ഓടിച്ചു. അതെങ്ങനെടാ? മാഡം വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടതല്ലേ? സാർ, അവിടുന്ന് വിട്ട ഉടനെ റിയോ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നോണ്ട് ഞങ്ങൾ മാറിയിരുന്നായിരുന്നു. ഞാനാ ഓടിച്ചു. ഇതെവിടെ വെച്ചാ സംഭവം? പറവൂര് കാവിലെത്തുന്നതിന് മുമ്പ്. ഇടികൊണ്ട ആളുടെ അവസ്ഥ എന്താ? അറിയില്ല, ഡോക്ടർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അവൻ നിങ്ങളോട് വല്ലതും സംസാരിച്ചായിരുന്നു? ഇല്ല സാറേ, ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അങ്ങോട്ട് ഇരി, ഞാൻ ഡോക്ടറോടൊന്ന് സംസാരിക്കട്ടെ. ഇവർ രണ്ടുപേരുടെ മൊഴിയെടുക്കണം വിശദമായിട്ട്. ശരി സാർ. ആ പെണ്ണിന്റെ ഭാവം കണ്ടിട്ട് ആ പയ്യൻ പറയുന്ന മുഴുവൻ പച്ചക്കള്ളവാ. പ്രദീപിനെ വിളിച്ച് പറവൂർ ഭാഗത്തുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ സാർ. വണ്ടി ഓടിച്ച് അവൻ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. ശരി. ആ പിന്നെ അവൻ്റെ മെഡിക്കൽ കൂടി നിർത്തേക്ക്. സാർ. ഏകദേശം എത്ര സമയം കാണും? സമയം 1 മണിക്കൂർ. ഈ സ്പോട്ട് പറവൂരത്തിന് മുന്നല്ലേ? അതെ. ആരാ വണ്ടി ഓടിച്ചത്? വണ്ടി അയാളുടേതാണോ? അല്ല. അമ്മണി, ജോർജി, ഞാനിവിടെ പുറത്തുണ്ട്. നീ ആ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ നിന്നു. ഞാൻ ഇവിടെ ഓക്കെ. എവിടേക്ക് പോയിരുന്നു? ഡോക്ടർ എന്താ സാറേ പറഞ്ഞ? ആൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പറവൂർ കവലയ്ക്ക് മുമ്പുള്ള ഹൗസിംഗ് കോളനി അതല്ലേ സ്പോട്ടെന്ന് പറഞ്ഞത്? അതെ സാറേ. നിനക്ക് ഇയാളെ നേരത്തെ അറിയോ? ഇല്ല സാറേ. എന്നാ പിന്നെ ഞങ്ങൾ പോകട്ടെ സാറേ. എങ്ങോട്ട്? റിയ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അവിടെ പോയിടാ, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. സാറേ, ഇതൊരു ആക്സിഡന്റ് കേസല്ലേ സാറേ? വണ്ടി ഓടിച്ചോ ഞാനും. റിയ എന്തിനാ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യുന്നത്? നിന്നോട് ആരാടാ പറഞ്ഞത് വെറും ആക്സിഡന്റ് കേസാണെന്ന്? 307 IPC കേട്ടിട്ടുണ്ടോ നീ? അറ്റംപ്റ്റ് ടു മർഡർ. സർ, അതിന് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നല്ലേ? അത് തെളിയിക്കാനാ ഞങ്ങളിവിടെ ഉള്ളത്, പോലീസ്. സാറേ, എന്താ സാറേ? ഏട്ടാ, അകത്ത് കിടക്കുന്നവൻ്റെ ദേഹത്തെ 2 വെട്ടേറ്റിട്ടുണ്ട്, വയറിലും മുതുകിലും. കുറെ ചോരയും പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് വെറും 307. അകത്ത് കിടക്കുന്നവനങ്ങനെ തട്ടിപ്പോയാണ്ടല്ലോ കളിമാറും. പിന്നെ 302 ക്ലിയർ കേസ് ഓഫ് മർഡർ. മക്കളെ, ഇന്ന് രാത്രി 2 പേര് നന്നായിട്ടൊന്ന് വീർക്കും. അപ്പൊ പേട്ടാ സാർ, ഇവരെ പിടിച്ച് അങ്ങോട്ട് ഇരുത്. ശരി സാർ. ഞാനൊന്ന് സ്പോട്ട് വരെ പോയിട്ട് വരും. സാർ.
ഈ സാധനം ഓര് കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോടോ? ഉറപ്പാണ് സാറേ, ഞങ്ങൾ കണ്ടതല്ലേ. ഒരു ചെറുക്കനും ഒരു പെണ്ണും കൂടിയാണ് ബാലു സാറിന് വണ്ടിക്കകത്താക്കിയത്. അത് കഴിഞ്ഞ് ആ ചെറുക്കൻ തന്നെയാണ് ബാഗ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചത്. ഞങ്ങൾ കണ്ടതാണ് സാറേ, പക്ഷെ പെട്ടെന്നുള്ള സാഹചര്യം കാരണം കയറി ഇടപെടാനും പറ്റിയില്ല. അല്ലെങ്കിൽ ഈയൊക്കെ കൂടെ അങ്ങോട്ട് മാലത്തേനെ ഇറക്കി വിടറോ. നിങ്ങൾ ചെല്ലേ. ജലീലേ സാർ, 1ഉം 2ഉം അല്ല, 18 കിലോ സ്വർണ്ണാന്ന് ആ ബാഗില്. വല്ല വിവരവും കിട്ടിയോടോ? ചാക്കോ അന്വേഷിക്കുന്നുണ്ട്. ആക്സിഡന്റ് കേസല്ലേ, ഈ നാട് വിട്ടു പോകാൻ വഴിയില്ല. മാത്രമല്ല നമ്മളെ ആൾക്കാർ എല്ലാ ഹോസ്പിറ്റലും തപ്പുന്നുണ്ട്. ആണോ? ശരി, എന്നാ ഞാൻ വിളിക്കാം. സാറേ, ആ ആളെ കിട്ടി. കിട്ടിയ നമ്മുടെ പറവൂർ CI ബെന്നിമൂപ്പനല്ലേ, ആ. ആളുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ ബാലു? ബാലുവിനെ ക്രൈസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ക്രിട്ടിക്കലാ. ഈ സാധനം ഓര് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടാ? ഇല്ല സാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ബെന്നിയോട് ആ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ആ വേണ്ട, വരട്ടെ. ഓരാ വിവരം പോലീസിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകിൽ ആ ബാഗിൽ സ്വർണ്ണമുള്ള വിവരം ഓരോ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഓരത് മുക്കി. സാർ, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ആ വണ്ടിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഉവ്വ. അത് മനോരമ ന്യൂസിലെ റിയ റോയിയ. ഉറപ്പാണോടോ? അതെ സാർ. സന്തോഷേ, സാറേ ഈ ഒരു ഡ്രിങ്ക് ഒഴിക്കടോ. ചാക്കോ. സാർ, ആ സാർ ആ ബാഗിൽ സ്വർണ്ണമുള്ളത് ആ പെണ്ണ് അറിഞ്ഞിട്ടുണ്ടാവില്ലടോ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ആശുപത്രി മുഴുവൻ ഇപ്പം ചാനലുകാരെ കൊണ്ട് നിറയൂലേ? എന്തു വന്നിന്? അത് ശരിയാണ് സാർ. ആ ഈ ഒരു കാര്യം ചെയ്യും സാർ. ഇപ്പം തന്നെ സിഐനെ വിളിച്ചിട്ട് എന്തെങ്കിലും കാരണം പറഞ്ഞ് ആ ചെക്കനെയും പെണ്ണിനെ അകത്തിട്ട് പൂട്ടിക്ക്. എന്നിട്ട് ഇപ്പം തന്നെ ഈ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ സിഐനെ സാക്ഷി നിർത്തിയിട്ട് ആ വണ്ടി മുഴുവൻ സെർച്ച് ചെയ്യണം കേട്ടാ. ഈ സ്വർണ്ണ കേസ് പുറത്തു കൊണ്ടുവന്നത് അവളാണല്ല. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ അവളെ തന്നെ അറസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? തിരിയുന്നുണ്ടാ? ആ വാർത്ത ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നെ ഈ ഒന്ന് പതറും. ഇതൊരു തീപ്പൊരിയാണ്ടോ, ഞമ്മക്കത് ആളി കത്തിക്കാന്ന്. അത് ഞാനേറ്റ്. ഇനി ഇതുപോലൊരു ചാൻസ് വീണ് കിട്ടൂല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. മനസ്സിലായി സാർ. എന്നാ വേഗം ചെല്ല് സാർ. ഓ ആ, രണ്ടുപേരും ഒന്ന് ഒപ്പിട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞ മൊഴിയാ, ഒപ്പിട്. ഡോക്ടറെ, ആൾക്കിപ്പോ നത്തിങ് ടു വറി. വാള് കൊണ്ടുള്ള വെട്ടാണ്. എന്നാലും വൂണ്ട് അത്ര ഡീപ്പായിട്ടൊന്നുമല്ല. ബ്ലീഡിങ് കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്, അതാണ് കുഴപ്പമായത്. ബ്ലഡ് കയറ്റുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഒരു 2 മണിക്കൂറിനുള്ളിൽ ആൾക്ക് ബോധം വീഴും. ഓ ഹേ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ വണ്ടി അയാൾ ഇടിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു ഇഞ്ചുറിയും അയാളുടെ ശരീരത്തിലില്ല. രക്ഷപ്പെട്ട് ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ വന്ന് പെട്ടതായിരിക്കും. ഹേ, പേടിക്കണ്ട. ആൾക്ക് ബോധം വരുന്നത് ഞാനിവിടെ തന്നെ ഉണ്ടാവും. സാറേ, ഞങ്ങളിപ്പോൾ ഡോക്ടറോട് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സാറേ, ഇവന്റെ ബ്ലഡ് വെക്കാൻ കൊടുത്തായിരുന്നു. ജനറൽ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചിട്ടുണ്ട് സാർ. സാർ, ഡോക്ടർ പറഞ്ഞു പുള്ളിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു 2 മണിക്കൂറിനുള്ളിൽ ബോധം വരുമെന്ന്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോകാലോ അല്ലേ സാറേ? എടാ, നിന്നോടല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞത്. അല്ല സാറേ, ഞങ്ങളുടെ വണ്ടി പുള്ളിയെ മുട്ടിയിട്ട് പോലും ഇല്ല.
ഡോക്ടർ പറഞ്ഞ ആ അത് രീതിയിൽ തീരുമാനിക്കുന്ന ഇവിടുത്തെ ഡോക്ടറല്ല, ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി രണ്ടുപേരും. സർ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തേ? വഴി കിടക്കുന്ന ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ? നിങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് പബ്ലിക് ഈ വക കാര്യങ്ങളൊന്നും ഇടപെടാത്തെ. ആഹാ, മാഡത്തിന്റെ ശബ്ദം വീണ്ടും പുറത്തു വന്നു തുടങ്ങിയല്ലോ. നന്നായി. ഞാൻ ആകെ ഒരു ചാർജില്ലായിരിക്കായിരുന്നു. ഇപ്പൊ ഓക്കെ. രണ്ടുപേരും അവിടെ ചെന്നിരുന്നേ, കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം. സർ ഞങ്ങള് അങ്ങോട്ട് ചെന്നിരിക്കാൻ. പപ്പേട്ടാ, പ്രദീപിനോട് പറഞ്ഞു ഇവരുടെ വണ്ടി സ്റ്റേഷനിലോട്ട് എടുപ്പിക്കണം. ഞാനൊന്ന് ഡോക്ടറെ കണ്ടുവരാം. ശരി സർ. അതെ, വണ്ടി നിങ്ങളെ സാധനങ്ങളെല്ലാം എടുത്തോ. വണ്ടി ഇപ്പം സ്റ്റേഷനിലേക്ക് എടുക്കും. ഓ പ്രിയേ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മേലെ ആ സിയുടെ മുമ്പിൽ അങ്ങനെ നീ പാത്രം അടിച്ചിട്ട് തലമണ്ട ഞാൻ പൊട്ടിക്കും കേട്ടോ. പിന്നെ കാര്യം പറയണ്ടേ? ഓ, ഇത്ര നേരം അണ്ണാക്കി കോലിട്ട് ഇളക്കിയാൽ പോലും ശബ്ദമൊന്നും വരത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വലിയ സീനിലൊന്നും മനസ്സിലായപ്പോൾ അട്ട ചോര ഓടിച്ചാൽ ഉടനെ വീർത്ത് വന്നിരിക്കും. നീ വല്ല വർത്താനൊന്നും പറയണ്ട. ആൾ ചോദിച്ചപ്പോൾ നീ ആ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞേ. ഇനി മെഡിക്കൽ റിസൾട്ട് വരുമ്പോൾ നീ വെള്ളം അടിച്ചെന്ന് മനസ്സിലാവില്ലേ? ഓ പിന്നെ വെള്ളമടിച്ച് ആകെ അടിച്ച് ഒരു പെക്ക. ഈ ടെൻഷൻ അത് പണ്ടേ ആവിയായി പോയിട്ടുണ്ടാവും. കൊണാന്ന് പറഞ്ഞ വണ്ടി തുറക്ക. ആ തുറക്കുക. എടാ, ഇത് അയാളുടെ ബാഗല്ലേ? ഫോൺ അടിക്കുന്നുണ്ടല്ലോ. മറിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും. സർ, ഇതെന്താണോ സംഭവം? ഒരു ആക്സിഡന്റ് കേസായിട്ടാണ് സർ റിപ്പോർട്ട് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് 307. അയാൾക്ക് എങ്ങനെയുണ്ട്? കോൺഷ്യസ് ആയിട്ടില്ല. വയറിലും മുതുകിലുമായിട്ട് 2 വെട്ടേറ്റിട്ടുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയോ അയാളുടെ? അന്വേഷിക്കുന്നുണ്ട് സർ. ഈ ചാനലുകാരി പെണ്ണെങ്ങനെയാണോ ഇതിനിടെ വന്ന് പെട്ടത്? സർ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാവണം ഈ വെട്ടേറ്റയാൾ ഓടി വന്ന് വീണത്. ഇവരുടെ വണ്ടിയുടെ മുന്നിൽ. ഇവർ തന്നെയാണ് സർ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൺവിൻസിങ് ആണല്ലോ അല്ലേ? ആണ് സർ. പിന്നെ ആ പെണ്ണിന് കൊമ്പിച്ചിരി കൊടുല്ല സാർ. ഒന്ന് വട്ടം കറക്കാന്ന് വിചാരിച്ച് ഇവിടെ പിടിച്ച് നിർത്തിയ. സ്റ്റേഷൻ ജാമത്തിൽ വിട്ടേക്കാം സർ. എനിക്ക് ഞാൻ പറയാം. NIA എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. നമുക്കിവിടെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണം. ഓ തമ്പ. ആ നമസ്കാരം മാഡം. രാത്രി കുറച്ച് ബുദ്ധിമുട്ടായല്ലേ? സാരമില്ല, 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പോവാം. അതിനിടയിൽ ആ മർഡർ അറ്റംപ്റ്റ് ഒന്ന് പെട്ടതുണ്ട്. അല്ലേ കുഴപ്പമില്ലായിരുന്നു. അയ്യോ സാറേ, നിയമത്തിന്റെ കാര്യമൊന്നും മാഡത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാ നിയമവും അരച്ച് കലക്കി കുടിച്ച ആളാ. അതെ, ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. അയ്യോ സാറേ, വണ്ടി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് CSR ചെക്ക് ചെയ്തതേ ഉള്ളൂ. അല്ല, അതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ്. വണ്ടി സ്റ്റേഷനിലോട്ട് കൊണ്ടുവന്നതിന് മുമ്പ് ഡ്രൈവറുടെ മുന്നിൽ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യണം. അല്ലെ പിന്നെ നാളെ വണ്ടി എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളൊരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞങ്ങൾ വിടും. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്യാമല്ലോ അല്ലേ? നോക്കടോ. ഓക്കെ സാർ. മാഡം ഒന്ന് കൂടി മാറി നിൽക്കൂ. ഇത് ആരുടെയാ? ബർത്ത്ഡേ കേക്കാ സാറേ. ഇന്ന് റിയയുടെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ മാഡം. ഈ ബർത്ത്ഡേ മാഡം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, അല്ലേ മാഡം?
ഇതിനകത്തൊന്നുമില്ല സാർ. ആ തന്നെ നീ വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ. സാർ പിന്നെ സർ. കീ തന്നെ. എടാ ആൾക്ക് എങ്ങനെയുണ്ട്? അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലേ? വേറൊരു പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? സാറിയെന്നോ ഞാൻ വരാം. ഈ വരുന്ന സിയെ കുറച്ച് കുഴപ്പം. എന്ത് കുഴപ്പം? ഇതൊക്കെ ഡീൽ ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ. സാറേ നമുക്ക് ഇപ്പൊ തന്നെ ഇവരെ അങ്ങ് വിടാലോ അല്ലേ? നമ്മുടെ പിള്ളേരാ. താനാരാ? ഫ്രാൻസിസ് ഫോർട്ട് കൊച്ചി. ഈ ഫ്രാൻസിസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ MD ആ സാറേ. വേണമെങ്കിൽ ഞാൻ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ നിന്നൊന്ന് വിളിപ്പിക്കാം. ഏത്? എന്തിന്? അല്ല സാറേ, ഇതൊക്കെ ചെറിയൊരു ആക്സിഡന്റ് കേസല്ലേ. ആക്സിഡന്റ് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നവർക്കെതിരെ കേസെടുക്കാൻ പാടില്ലെന്നാണ് നിയമം. ഏത്? എടാ നിന്റെ കൂട്ടത്തിൽ ഈ നിയമം വകുപ്പ് പറഞ്ഞിടാത്ത ഒരാൾ പോലും ഇല്ലേ? സാറേ ആ വണ്ടി ഫ്രാൻസിസിന്റെ RC ഓണറും പുള്ളി തന്നെയാ. RC ഓണർ നീയാ? അപ്പൊ നീ ഇവിടെ നില്ല. അയ്യോ അത് പറ്റത്തില്ല, എനിക്ക് ഗോവയ്ക്ക് പോകണം. നീ എപ്പോ എവിടെ എങ്ങനെ പോണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായടാ? മനസ്സിലായി. നീ ഒന്നേ, അയാളെ കുഴപ്പക്കാരന് ഗോവ നമ്മുടെ ബാഗാണ്. ഒരു ഉത്തരവാദിത്വമില്ല, അവിടെ ഇവിടെ കൊണ്ട് ഇട്ടേച്ച്. എന്തുവാടാ ഇത്? നിന്റെ ഡംബൽസ് മുഴുവൻ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്ക് വന്നു. എന്താ? അയ്യോ ഞാൻ പോകുന്നില്ല സാർ, വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ആ വണ്ടി ഞാൻ അരിച്ചു പറിക്കും സാർ, സാധനം ഇതിനകത്തില്ല. അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ ഫ്രാൻസിസ് പുണ്യാളോ. മുതലാളി, ഇതാണോ സാഗർ ഇലിയസ് ജാക്കിയൊക്കെ നടത്തുന്ന ബിസ്ക്കറ്റ് കച്ചവടം? അങ്ങനെ നമ്മളും അധോലോകമായടാ അയ്യപ്പാ. അയ്യോ എന്റെ ജോർജ്, നീ പറയണ എന്താന്ന് എനിക്ക് മനസ്സിലാവുള്ള. ആ ബാഗ് പോലീസിന്റെ അടുത്ത് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ കൊണ്ട് കൊടുക്ക്, ചെല്ല് കൊണ്ട് കൊടുക്ക്. എടി വിടാനായിരുന്നെങ്കിൽ ആ CIക്ക് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ വിടായിരുന്നു. അയാൾ ഈ മൂടിന് തീ പിടിച്ചോലെ ഓടി നടക്കുന്നത് നിന്നെ പൂട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാനാ. ഇപ്പൊ ഈ സാധനമായിട്ട് നീ അങ്ങോട്ട് ചെന്നാൽ ഉറപ്പായിട്ടും പുള്ളി ഈ കേസ് നിന്റെ തലയിൽ വെച്ച് കെട്ടും. ഉറപ്പല്ലേ? ഒന്നാമത് കുറെ പാർട്ടിക്കാർ പിന്നെ ഈ കാണുന്ന പോലീസുകാരൊക്കെ നിനക്കെതിരാ. അതിനിടയിലേ ഇപ്പം എന്നിട്ട് ഫോൺ തന്നെ ഞാൻ ചാനലിൽ വിളിച്ചു. നിങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് സംഭവം കൺഫ്യൂഷൻ ആക്കല്ലേ. ചാനലിലൊന്നും വിളിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. ഇത് ഞാൻ വേറെ ലെവലിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഇവിടുന്ന് മാറ്റുന്നു, വിൽക്കുന്നു, കിട്ടുന്നത് എത്ര ആണെങ്കിലും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നു. എന്ത് പറയുന്നു? 80% എനിക്കും 20% നിങ്ങൾക്കും. എനിക്കൊന്നുമില്ലേ? നിനക്ക് എന്തെങ്കിലും നക്കാ വെച്ച് തരാവട്ടെ, വിഷമിക്കായിരിക്കും. മുതലാളി ചെറ്റിയാവരുത്. എടുക്കടാ, ചിലപ്പോ ഇതിന്റെ റാംജി റാവു ആയിരിക്കും. എടുത്തിട്ട് സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറ. എവിടെ കൊണ്ടുവരണമെന്ന് ചോദിക്ക്. എടുക്കടാ. ബെന്നി സർ. ആ ചെറുക്കനും പെണ്ണും എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. തനിക്കെന്ത് തോന്നുന്നു? ഏയ് അതവരെ ആക്സിഡന്റ് ടെൻഷനില്ല സർ. പിന്നെ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവരുടെ കോമ്പിങ്ങിൽ വന്നൊന്ന് പെട്ടായിരുന്നു. ഞാൻ അവരുടെ വണ്ടി ചെക്ക് ചെയ്തിട്ടാ സർ വിട്ടത്. എന്തായാലും അവരെ ഇപ്പോൾ വിടണ്ട, ഞാൻ പറയാം. സർ. സാറേ അവരെവിടെ ഒന്നും കാണാനില്ല. എന്ന് വെച്ചാ? ആ ഇപ്പൊ വന്നവന്റെ വണ്ടിയും കാണാനില്ല. അവര് മുങ്ങിയെന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലോ ഒരു കുഴപ്പമാണെന്ന്. ഇയാളൊക്കെ അവിടെ എന്തെടുക്കായിരുന്നു? ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ കുറെ എണ്ണത്തിന് എന്തിനാണോ ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? താൻ ഇവിടെ തന്നെ കാണണം, മനസ്സിലായോ? സർ. അകത്ത് കിടക്കുന്നതിന് ബോധം വരുമ്പോൾ എന്നെ വിളിച്ച് പറയണം. പുറത്തു നിന്ന് ഒറ്റ ഒരുത്തനെയും അകത്തോട്ട് വിടരുത്. സർ. പിന്നെ ആ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ട് സിറ്റ് മുഴുവൻ അടിച്ചു വെക്കാൻ പറ. അവന്മാരുടെ വണ്ടി ഇന്ന് ടൗൺ വിട്ട് പോകരുത്, മനസ്സിലായല്ലോ? ഓക്കെ സർ. വണ്ടി എടുക്കണം. താനെന്താ ഈ നേരത്ത്? ഇത് ചാനലിലെ റിയ റോയ്. അതെ. വാ അകത്തേക്കോ. വീട്ടിൽ വന്നു കയറിയപ്പോഴും ഓർത്തെ കേക്ക് എടുക്കാൻ മറന്നു. പിന്നെ ബാലുവിനെ വിളിച്ചു പറഞ്ഞു വേറൊരെണ്ണം കൊണ്ടുവരാൻ. നിങ്ങള് കേക്ക് തരാൻ വന്നല്ലേ? വാ ഇരിക്ക്. കുഴപ്പമില്ല.
അച്ഛൻ വന്നോ? പ്രിയമോള് ഇതുവരെ ഉറങ്ങിയില്ലല്ലേ? ഹേയ്, അച്ഛൻ വന്നിട്ടേ ഉറങ്ങൂന്ന് ഒരേ വാശി. സാധാരണ ബാലു ഇത്രയും ലേറ്റ് ആവാറില്ല. മിനിസ്റ്റർ രാജൻ കുറുപ്പായിട്ട് ബാലൻ എന്താ ബന്ധം? കുറുപ്പ് സാറിന്റെ പേഴ്സണൽ സ്റ്റാഫാ ബാലു. മാഡം, ഞങ്ങൾ ശരിക്കും വേറൊരു കാര്യം പറയാൻ വന്നോ. എന്തോ ആരുടെ മൈക്ക് അടിക്കാനാണ് പോയത്? നിനക്കെന്നെ അറിയില്ല. സാറേ, അകത്ത് കിടക്കുന്ന ആളുടെ ഭാര്യയും കൊച്ചോ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ സാറേ. ആക്സിഡന്റ് പറ്റിയ ആളെ നിനക്ക് അറിയില്ല എന്നല്ലേ നീ നേരത്തെ പറഞ്ഞത്? അതെ സാറേ. പിന്നെ ആളുടെ ഭാര്യയും കൊച്ചിനെ നിനക്ക് എങ്ങനെ അറിയടാ? സാറേ, ഇന്ന് വൈകുന്നേരം അവരെ വീട്ടിൽ കൊണ്ടാക്കിയത് ഞാനാ, എൻ്റെ ഊബറിൽ. കൊള്ളാവല്ലോടാ. നിന്റെ വണ്ടി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ നിനക്കറിയോ? ഇല്ല സാറേ. അതോ യാത്രക്കിടയിൽ അവർ ഭർത്താവിന്റെ ഫോട്ടോയോ മറ്റോ നിന്നെ കാണിച്ചോ? ഇല്ല. പിന്നെ എങ്ങനാടാ? ഇത് അയാളുടെ ഫോണാ സാറേ. ഇതിൽ അവർ വിളിച്ചപ്പോൾ ഫോട്ടോ കണ്ടതാ. എന്നിട്ട് ഈ ഫോണിന്റെ കാര്യം നീ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ മറന്നുപോയതാ സാറേ. കൊള്ളാലോടാ. വൈകിട്ട് ഭാര്യ നിന്റെ വണ്ടി കയറുന്നു, രാത്രി ഭർത്താവ് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടുന്നു, എന്നിട്ട് അയാളെ നീ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എല്ലാം കൂടെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോടാ ജോർജി. ശരിയാ സാറേ, ഭയങ്കര കോയിൻസിഡൻസാ. എന്താ ശരിയല്ലേ? ശരി, രണ്ടുപേരും അങ്ങോട്ട് ഇരിക്കും. പേട്ടാ, ഇവരിനി പുറത്തു പോകാൻ നോക്കണം. ശരി സാർ. അവരെങ്ങും പോയില്ല, ഞാനിവിടെ ഉണ്ട്. ഇവനെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ ഏറ്റവും ഉടായ്പ ഇവനാ. അത് ഞാൻ ഏറ്റു സാർ. എടോ ഇങ്ങോട്ട് അവിടെ പേരി. ഈ സാറിന് എങ്ങനെ എൻ്റെ വട്ടപ്പേര് അറിയാം? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട, അവിടെ പേരി. ഓ, നിങ്ങളെ ശ്രദ്ധിക്കാൻ പറഞ്ഞേപ്പിച്ചു. എത്ര നാളായി ബാലു മിനിസ്റ്ററിനോട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? കുറച്ചു കാലമായി മാഡം. ബാലുവിൻ്റെ അച്ഛനും രാജൻ സാറും ഒരുമിച്ച് തുടങ്ങിയതാ പാർട്ടി. ബാലു കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മരിച്ചു പോയതാ അച്ഛൻ. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു. പിന്നെ ബാലുവിനെ വളർത്തിയതൊക്കെ രാജൻ സാർ തന്നെയാണ്. അച്ഛനെ പോലെയായിരുന്നു സാറ് ബാലുവിന്. ഒരു ഉറുമ്പിനെ പോലും നോക്കിയാത്ത ആളാ മാഡം എൻ്റെ ബാലു. ആൾക്കെങ്ങനെ ആ പുറത്തെ ക്യാമറ മാത്രം ഒന്ന് പ്ലേ ചെയ്തേ. ശരി സാർ. ഫാസ്റ്റ് ഫോർവേഡ്. സ്റ്റോപ്പ്. പ്ലേ. യെസ്. വാ മോളെ, വാ. നിങ്ങളെങ്ങനെ? മാഡം, മൂന്ന് പേര് എഴുന്നേറ്റ് വന്നേ. വരാൻ. സാറേ 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 എന്തോ സാറേ? ആ ബാഗ് എവിടാ? ഏത് ബാഗാ സാറേ? നിനക്കറിയത്തില്ല? ഇല്ല സാർ. നിന്നെ വണ്ടിയല്ലേ? ആണ് സാറേ. ആ ഡിക്കിന്ന് പറഞ്ഞേ. എന്തിനാ സാറേ? ഓ, കാര്യം പറഞ്ഞെങ്കിലേ സാർ തുറക്കത്തുള്ളൂ. തുറക്കണം അങ്ങോട്ട്. തുറക്കാം. ആരുടെ ബാഗാടാ? ഇതെന്റെ ബാഗാ സാറേ. തുറക്കടാ. തുറക്കടാ അങ്ങോട്ട്.
ആരുടെ ഡ്രസ്സാടാ അത്? എന്റെ ഡ്രസ്സാ സാറേ. നിന്റെ ബാഗാണെന്നല്ലേ നീ പറഞ്ഞത്? ആ ബാഗ് ഇവന്റെയാ, പക്ഷെ അതിനകത്ത് കളക്ഷൻസ് എന്റെയാ. കുറെ നേരമായി അവന്റെ ജോക്കർ കളി. പറയടാ, വേറെന്താ അറിയടാ നിനക്ക്? വേറെ എന്നാ സാറേ? കള്ളം സർ പറയുന്നു. പ്ലീസ് സർ, എന്താ സർ ഇത്? മിണ്ടരുത് നീ. നിന്റെ അടുത്തൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല. ബാക്കി സ്റ്റേഷനിൽ നിന്നിട്ടാവാം. പിടിച്ചു കയറ്റ്. സാർ. പ്രതിഭ, വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കും. ശരി സാർ. വാ.